പ്രത്യേകത എന്തമ്മ പപ്പാന്റെ വക ട്രീറ്റ് ആണ് നമ്മള് നോമ്പുതുറ പുറത്താണ്. അതെ, മാത്രല്ല നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് പെരുന്നാൾക്ക്. നമുക്കെല്ലാം കൊണ്ട് സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? പപ്പാന്റെ വക പെരുന്നാളിലുള്ള ഡ്രസ്സും പിന്നെ പുറത്തുനിന്നുള്ള എന്നും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കലല്ലേ, അല്ലെങ്കിൽ കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പുറത്തുനിന്ന്. എന്നാലും ഒരു രസമല്ലേ, വല്ലപ്പോഴും ഒരു നോമ്പിനോ അല്ലെ 1-2 നോമ്പ് കിട്ടും, അത്രേ ഉള്ളൂ നമ്മള് പുറത്തുനിന്ന്. അപ്പൊ പോവല്ലേ, എല്ലാരും ഹാപ്പിയിലാണല്ലേ? ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. ഇക്ക നിസ്കരിക്കാൻ പോയിക്കാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഇക്ക ഏതായാലും വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുമല്ലോ അല്ലേ? നമ്മള് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. അപ്പൊ ഞമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണല്ലേ അമ്മ? അപ്പൊ നമ്മള് ഹയാഷിക്ക് കണ്ടോ പോണത്. എന്നും ഹയാഷിക്ക് തന്നെയല്ലേ പോലെ? ഓലെ തന്നെ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒന്നില്ല പോലെ. അപ്പൊ ഇപ്രാവശ്യം ഹയാഷി. അപ്പൊ നമ്മള് ഹയാഷിക്ക് എത്തിട്ടോ. 7ാം വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഹയാഷി. അതുകൊണ്ട് തന്നെ ഷോറൂമൊക്കെ ഇപ്പൊ നവീകരിച്ചിട്ടുണ്ട്, നല്ല വിശാലമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും നല്ല സുഖമാണ് കേട്ടോ. പെരിന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കളക്ഷനുള്ള ഷോപ്പാണ് കേട്ടോ ഹയാഷി. സത്യം പറഞ്ഞാൽ അവിടെ അത്രയുള്ള വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കളക്ഷൻ ഞാൻ വേറൊരു ഷോപ്പിലും കണ്ടിട്ടില്ല. പിന്നെ പെരിന്തൽമണ്ണയിൽ തന്നെ ഹയാഷിക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ജലോഷിന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ പെരുന്നാൾ അടുപ്പിച്ചായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. പിന്നെ ജാം ജൂമിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ലെയർ പറഞ്ഞൊരു ഷോപ്പ്, അതുവരെ തന്നെയാണ്. പിന്നെ ഈ വർഷം ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഗല അബായ കേട്ടോ. അപ്പോൾ അബായൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കളക്ഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഹയാഷി എവിടെയാണ്? ഹയാഷി പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ദുബായ് ഗോൾഡിന് അടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റി കളക്ഷനുകൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ എന്താണെങ്കിലും പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാത്തവരൊക്കെ വന്ന് എടുത്തോളൂ കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. വെസ്റ്റേണിൽ മാത്രമല്ല കേട്ടോ, ചുരിദാറിലും നല്ല കളക്ഷൻ ഉണ്ട്. പിന്നല്ലേ ഇപ്രാവശ്യം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ മോള് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ വെസ്റ്റേൺ ആണ് എടുക്കണത് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഷോപ്പിൽ ചെന്ന ഉടനെ വെസ്റ്റേൺ ആണ് കേട്ടോ നോക്കിയത്. അപ്പോൾ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ ഇട്ട് നോക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഒരു ഡ്രസ്സിങ് റൂമിൽ പോയി ഇട്ട് നോക്കിയിട്ട് എന്നെ കാണിക്കാൻ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം, നമുക്ക് നല്ലൊരു കണ്ടന്റ് ആണല്ലോ അല്ലേ? പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കാത്തവർക്കൊക്കെ എന്നാൽ ഇവിടെ വന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല അത്രയും നല്ല വെറൈറ്റി കളക്ഷൻ കണ്ട ആരാണെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പോകൂലേ.
പിന്നെ അല്ലേ ഹയാഷിന്ന് നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ അതുപോലത്തെ ഡ്രസ്സ് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റൂല കേട്ടോ. യുണീക്കാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മളെ പോലത്തെ ഡ്രസ്സ് പെരുന്നാളിന് ഇപ്പോൾ വേറെ ഒരാളിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നൂലേ. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇവരിത് ഡ്രസ് കളക്ഷൻ എന്ന് പറയുന്നത് വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള വെറൈറ്റി കളക്ഷനാണ്. എന്ത് ഭംഗിയാണില്ലേ കാണാൻ. മുഴുവനാണെങ്കിൽ ഏതിട്ടാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മോളുണ്ടല്ലോ പെരുന്നാളിന് ഇപ്പോൾ ഓളിട്ട ഡ്രസ്സിൽ ഒന്നാണ് കേട്ടോ എടുത്തത്. അത് ഏതാണെന്ന് ഞങ്ങൾ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യോണ്ടി എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ചുരിദാർ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഓൾക്ക് അത് കണ്ടിട്ട് എനിക്ക് ചുരിദാറും വേണമെന്നുള്ള മട്ടായി കേട്ടോ. അവസാനം പിന്നെ ഞാനിങ്ങനെ നോക്കുന്നത് ഓളിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് എഴുതി ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ചുരിദാറിൽ നല്ല വെറൈറ്റി കളക്ഷനാണ് കേട്ടോ. വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. പാർട്ടി വെയറിലും സെമി പാർട്ടി വെയറിലൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ചുരിദാർ ബിറ്റിൻ്റെയും തന്നെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചുരിദാർ കണ്ടാൽ നമ്മൾ ഏതാ എടുക്കാന്ന് കൺഫ്യൂഷൻസ് ആയി പോകും കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാത്തവരൊക്കെ ഇവിടെ വന്നൊന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. അങ്ങനെ എനിക്കും മോളൂനും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഋഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോയി കേട്ടോ. പിന്നെ പിന്നെ എപ്പോഴെങ്കിലും എടുത്തോളാന്ന് പറഞ്ഞു കേട്ടോ. മെലിഞ്ഞവനായി തോന്നുന്നു. കാണാം ഫ്രൈഡ് ചിക്കൻ വേണം പറഞ്ഞിട്ട് പെരുന്നാൾ ചെരുപ്പ് നോക്കുകയാണല്ലേ. പെരുന്നാൾ ചെരുപ്പ് നല്ല നോർമലായിട്ടുള്ള ചെരുപ്പാണ്. തന്നെ ഋഷുവിന് ഡ്രസ്സ് എടുത്തു. അതിപ്പോൾ നമ്മൾ ഫാൻസി ഒക്കെ നോക്കിയിട്ട് ഫാൻസി കാര്യമായിട്ടൊന്നുമല്ല, ബണ്ണ്, ക്ലിപ്പ്, ഐലൈനർ മുതലായ സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വന്നു. ഋഷുവിന് വാങ്ങാൻ വന്നതാണ് ഒരു വീട്ടിലിടാൻ. എനിക്ക് ചെരുപ്പ് നിങ്ങൾ കണ്ടുക്കണോ കാണിച്ചു കൊടുക്കാം. എന്താണ് അപ്പൊ പാവല്ലേ എഴുതി ഒരു ചെരുപ്പും വാങ്ങിയില്ലേ. പിന്നെ ഇക്കാക്ക് ഷൂ വാങ്ങി, മോളൂനും ചെരുപ്പ് വാങ്ങി, ഋഷുവിനും വാങ്ങി. അപ്പൊ എനിക്കൊരാഗ്രഹം എനിക്കും വേണമെന്ന്. പിന്നെ ഇനി കിട്ടൂലല്ലോ, അപ്പൊ ഞാനും വാങ്ങാണ്. ഇതാ നല്ല ഭംഗിയുണ്ട് അല്ലേ. എന്റെ പാൻറ്റും വെള്ള പൂവ് ചെരുപ്പും ഉണ്ട്. ഇതൊക്കെ വാങ്ങിയപ്പോ ഒരു ഡിസ്കൗണ്ട് ഒക്കെ തന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ചെരുപ്പ് പറഞ്ഞ ഋഷുവിന് ചെരുപ്പ് വാങ്ങാൻ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പ് ബാഗ് കാണിച്ചു കൊടുക്കണ്ടേ. ബാഗ് വരെ കാണിച്ചു കൊടുക്കാം. പിന്നെ വീഡിയോയിൽ കൊള്ളൂല കേട്ടോ. നല്ല ബാഗാണ്. 498 രൂപയുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ വാങ്ങിയത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടില് എക്സ്പ്രഷൻ ഇങ്ങനെ കാണും. അപ്പൊ ഒരു ഫോൺ കോളിൽ ആ ടൈമിലാണ് കട്ടാക്കിയപ്പോഴേക്ക് ഞാനൊരു ചെരുപ്പ് ഒരു ചെരുപ്പ് ഒരു ബാഗ് പോലെന്ന് അറിയില്ലല്ലോ. കട മൊത്തം വാങ്ങും. അങ്ങനെ ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈദ് ഷോപ്പിംഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.